നെക്സ്റ്റ് അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് ഈ ഒരു FortiGate ഫയർവാൾ നമുക്ക് ഡിപ്ലോയ് ചെയ്യണം. അതാണ് ഈ ഒരു ആർക്കിടെക്ചറിൽ കാണിച്ചിരിക്കുന്ന നെക്സ്റ്റ് പാർട്ട്. അപ്പോൾ ഈ FortiGate ഫയർവാൾ എങ്ങനെ ഡിപ്ലോയ് ചെയ്യുമെന്നും FortiGate ഫയർവാൾ ഡിപ്ലോയ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കൂടെ ക്രിയേറ്റായി വരുന്ന ഈ ഒരു എലാസ്റ്റിക് നെറ്റ്വർക്ക് ഇൻ്റർഫേസ്, അതായത് ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് എങ്ങനെ ഒരു പ്രൈവറ്റ് IP അസൈൻ ചെയ്യാമെന്നും അതുപോലെ തന്നെ പ്രൈവറ്റ് IP കൂടാതെ അതിനൊരു പബ്ലിക് IP വേണം അല്ലേ, എന്നാൽ മാത്രമേ പുറത്തുനിന്ന് നമുക്ക് മാനേജ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഒരു ഫയർവാൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ബ്രൗസർ വഴി. അപ്പം ഈ ഒരു ഇലാസ്റ്റിക് നെറ്റ്വർക്ക് ഇൻ്റർഫേസിൽ നമ്മൾ ഇൻ എഫക്റ്റ് 2 IP ആണ് അസൈൻ ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഇൻറ്റേർണലി ഉള്ള ഈ ഒരു പ്രൈവറ്റ് IP, പിന്നെ ഒന്ന് പബ്ലിക് IP. അപ്പോൾ അത് ആ ഒരു പബ്ലിക് IP തന്നെ നമ്മൾ ഇലാസ്റ്റിക് IP ആണ് അസൈൻ ചെയ്യുന്നത്. കാരണം ഇലാസ്റ്റിക് IP അസൈൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇൻ കേസ് ഈ ഒരു ഇൻസ്റ്റൻസ് ഫയർവാൾ ഇൻസ്റ്റൻസ് ഒന്ന് ഷട്ട് ഡൗൺ ചെയ്തിട്ട് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യൊക്കെ കേസ് വരികയാണെങ്കിൽ IP അഡ്രസ്സ് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റാറ്റിക് IP കിട്ടാൻ വേണ്ടിയിട്ട് AWSൽ ഇലാസ്റ്റിക് IP ആണ് അസൈൻ ചെയ്യാൻ പോകുന്നത്. ഇലാസ്റ്റിക് IP എന്താണ് എന്നുള്ള ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ AWSൻ്റെ ഫണ്ടമെൻ്റൽ കോഴ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഈ ഒരു ഫയർവാൾ ഇൻസ്റ്റൻസ് ഇതിൽ ലോഞ്ച് ചെയ്യാമെന്നുള്ള കാര്യം ഒന്ന് നോക്കി മനസ്സിലാക്കാം. ഇപ്പോൾ AWSൻ്റെ കൺസോൾ ഞാൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇൻസ്റ്റൻസ് സാധാരണ പോലെ ഒരു ഇൻസ്റ്റൻസ് തന്നെയാണ് ഫയർവാളും അങ്ങനെയാണ് ലോഞ്ച് ചെയ്യുന്നത്. ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. ജസ്റ്റ് AMI സെലക്ഷനിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസമുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ നമ്മൾ ലോഞ്ച് ഇൻസ്റ്റൻസ് എടുത്തിരിക്കുകയാണ്. ഇതിൽ ഒരു പേര് കൊടുക്കാം. ഞാനിപ്പം FortiGate എന്നും പറഞ്ഞ് ഒരു പേര് കൊടുത്തു. ഇനി ഇവിടെയാണ് നമുക്ക് ചെറിയൊരു വ്യത്യാസം ഇവിടെ ഉള്ളത്. അതായത് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള യൂഷ്വലി നമ്മൾ സെലക്ട് ചെയ്യുന്ന OS അല്ല നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്, അങ്ങനെയല്ല ഇത് ചെയ്യുന്നത്. ഇവിടെ ബ്രൗസ് മോർ AMIs എടുത്തിട്ട് നമുക്ക് ഇവിടെ ഒന്ന് സെർച്ച് ചെയ്യുക. FortiGate എന്നും പറഞ്ഞിട്ട് എടുത്തിട്ട് ഇവിടെ ഒന്ന് വരട്ടെ, അത് ഇവിടെ ഒന്ന് സെർച്ച് ചെയ്യുക FortiGate. അത് ഈ FortiGateൻ്റെ കേസ് മാത്രമല്ല, ഇങ്ങനെയുള്ള തേർഡ് പാർട്ടി മറ്റ് ഇമേജസ് ഉപയോഗിച്ച് നമ്മൾ ഏതൊരു ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യണമെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു മെത്തേഡാണ് നമുക്ക് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ FortiGate എന്നിട്ട് ടൈപ്പ് ചെയ്ത് എന്നിട്ട് എൻ്റർ ചെയ്യുകയാണ്. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ AWSൻ്റെ മാർക്കറ്റ് പ്ലേസ് AMIsൽ 13 എണ്ണം ഉണ്ട്. നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത ഈ ഒരു കീവേഡ് വെച്ചിട്ട് ഈ ഒരു നെയിമിൽ വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ കണ്ടില്ലേ, FortiGate വെച്ചിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഇമേജസ് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ കാണുന്ന ആദ്യം ഫ്രീ ട്രയലായിട്ട് തന്നിരിക്കുന്ന ഈ ഒരു ഇമേജാണ് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു FortiNetൻ്റെ FortiGate നെക്സ്റ്റ് ജനറേഷൻ ഫയർവാൾ എന്ന് പറഞ്ഞ അതിൻ്റെ ഇമേജ്. അപ്പോൾ ഇത് ഫ്രീ ട്രയലാണ്. പിന്നീട് അതുപോലത്തെ ഇതിപ്പോൾ നമുക്ക് അതിൻ്റെ തന്നെ വേറെ ഡിഫറെൻറ്റ് വെർഷൻസ് ഉണ്ട്. ARM പ്രോസറിന് അവൈലബിൾ ആയിട്ടുള്ള വെർഷൻ അതിൻ്റെ ഫ്രീ ട്രയൽ അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ തന്നെ ഫ്രീ ട്രയൽ അല്ലാത്ത നമുക്ക് ഓൾറെഡി ലൈസൻസ് പർച്ചേസ്ഡ് ആയിട്ട് ഉണ്ടെങ്കിൽ ആ ലൈസൻസ് അപ്ലൈ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇമേജ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഉണ്ട് ഈ ഇമേജസിൻ്റെ. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഫ്രീ ട്രയൽ ആയിട്ടുള്ള ഈ ഇമേജാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക, ഇവിടെ സെലക്ട് കൊടുക്കുക ആദ്യത്തെ ആ ഒരു ഇമേജ്. അപ്പോൾ അതിൽ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസും പ്രൈസിങ്ങും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പ്രൈസിങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ട്രൈ ദിസ് പ്രോഡക്റ്റ് ഫോർ 30 days. ദർ വിൽ ബി നോ സോഫ്റ്റ്വെയർ ചാർജസ് ഫോർ ദാറ്റ് യൂണിറ്റ് ബട്ട് AWS ഇൻഫ്രാസ്ട്രക്ചർ ചാർജസ് സ്റ്റിൽ അപ്ലൈ. അതായത് ഇപ്പോൾ ഈ ഒരു FortiNetൻ്റെ FortiGate നെക്സ്റ്റ് ജനറേഷൻ ഫയർവാൾ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഫ്രീ ട്രയൽ യൂസ് ചെയ്യുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ ലൈസൻസ് 30 daysലത്തേക്ക് ഫ്രീ ആണ്. പക്ഷേ നമ്മളിത് ഏതൊരു ടൈപ്പ് ഓഫ് EC2 ഇൻസ്റ്റൻസിലാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഡിപ്ലോയ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള ആ ഒരു EC2 ഇൻസ്റ്റൻസിൻ്റെ ഹാർഡ്വെയർ ഏത് കപ്പാസിറ്റിയാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതനുസരിച്ചുള്ള പ്രൈസ് നമുക്ക് നാച്ചുറലി വരും, ഇൻക്യൂർ ആവും. ഓക്കെ, പക്ഷേ ഈ സോഫ്റ്റ്വെയറിന് പ്രത്യേകിച്ച് പ്രൈസ് ഉണ്ടാവില്ല 30 daysലത്തേക്ക്. അതാണ് നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കാരണം ഈ ഒരു അബദ്ധം എനിക്കും പറ്റിയതാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിൽ ഈ 30 days ഫ്രീ ട്രയൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഒറ്റ യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ്. ഒറ്റ യൂണിറ്റ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട് ഇവിടെ. സബ്സ്ക്രൈബിനോ കണ്ടില്ലേ യൂണിറ്റ് നമ്മളിത് ലോഞ്ച് സെലക്ട് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു AWS അക്കൗണ്ടിൽ ഒരു ഒറ്റ പ്രാവശ്യമാണ് നമുക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഈ 30 days നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇന്ന്
ഈ ഒരു സോഫ്റ്റ് നെറ്റിൻ്റെ ഈ പറഞ്ഞ നെക്സ്റ്റ് ജനറേഷൻ ഫയർവാൾ സോഫ്റ്റ്വെയർ ഞാനിവിടെ സബ്സ്ക്രൈബ് ചെയ്തു, ലോഞ്ച് ചെയ്തു. അപ്പോൾ എനിക്ക് ഇന്നത്തെ ഞാൻ വിചാരിക്കുകയാണ്, അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ എൻ്റെ യൂസ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു സോഫ്റ്റ്വെയർ അങ്ങ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ഇൻസ്റ്റൻസും അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം റണ്ണിങ്ങിലിട്ട് കഴിഞ്ഞാൽ ഞാനിപ്പം ഹയർ കപ്പാസിറ്റി ഇൻസ്റ്റൻസ് ആണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ചാർജസ് എന്തായിരുന്നാലും വരുമെന്ന് പറഞ്ഞു, റണ്ണിങ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു യൂസ് കഴിഞ്ഞിട്ട്, ഞാൻ ഒരു ദിവസത്തെ യൂസ് കഴിഞ്ഞിട്ട് ഞാനതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, അൺസബ്സ്ക്രൈബും ചെയ്തു. എന്നിട്ട് കുറച്ച് 1-2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എനിക്കിതിന് യൂസ് വന്നു. ഞാൻ വീണ്ടും ഇതുപോലെ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വന്ന് എടുത്തിട്ട് ഡിപ്ലോയ് ചെയ്തു. ഇവിടെ വീണ്ടും സബ്സ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ ഫ്രീ ട്രയൽ ഫെസിലിറ്റി കിട്ടില്ല. കാരണം ഒരു അക്കൗണ്ടിൽ ഒരു പ്രാവശ്യം മാത്രം സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് ഈ ഒരു 30 ഡേയ്സ് ഫ്രീ ട്രയൽ കിട്ടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഇത് യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായിരുന്നാലും ഈ ഒരു സോഫ്റ്റ്വെയർ ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, നമുക്ക് ഇന്നത്തെ ഈ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഫോർട്ടിനെറ്റിൻ്റെ ഈ ഫയർവാൾ, FortiGate ഫയർവാൾ. അപ്പോൾ ഇത് ഞാൻ സബ്സ്ക്രൈബ് ഓൺ ഇൻസ്റ്റൻസ് ലോഞ്ച് ഈ ഓപ്ഷൻ കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ സബ്സ്ക്രൈബ് നൗ കൊടുത്തിട്ട് ലോഞ്ച് ചെയ്യാം, എന്തായിരുന്നാലും ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമുക്കിവിടെ EBS വോളിയം ബൈ ഡിഫോൾട്ടായിട്ട് ഉള്ള EBS വോളിയം ടൈപ്പും ചാർജസും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എത്രയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായിരുന്നാലും നിങ്ങളിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ, പിന്നീട് ആവശ്യമില്ലെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് കളഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക ഇൻസ്റ്റൻസ്, അത്രയേ ഉള്ളൂ. പക്ഷേ രണ്ടാമത് വീണ്ടും ചെയ്യുകയാണെങ്കിൽ ഈ ഫ്രീ ട്രയൽ കിട്ടില്ല. ആ കാര്യം ഓർത്തിരിക്കുക ഞാൻ പറഞ്ഞതുപോലെ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സബ്സ്ക്രൈബ് ഓൺ ഇൻസ്റ്റൻസ് ലോഞ്ച് ഇവിടെ കൊടുക്കുകയാണ്. ഈ ഒരു ഫ്രീ ട്രയൽ സോഫ്റ്റ്വെയർ ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെയാണ് നമ്മളിത് ഇവിടെ ഡിപ്ലോയ് ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണ ഇൻസ്റ്റൻസ് ലോഞ്ച് എടുക്കുന്ന പോലെ തന്നെ ആ ഒരു ഇൻ്റർഫേസിലോട്ട് വരും. നമ്മളിപ്പോൾ ആ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ചൂസ് ചെയ്ത ഇൻ്റർഫേസാണ് ഇവിടെ സെലക്ട് ആയിരിക്കുന്നത് ഇപ്പോൾ. ഓക്കെ, അത് കഴിഞ്ഞ് ഇൻസ്റ്റൻസ് ടൈപ്പ്. അപ്പോൾ ഇൻസ്റ്റൻസ് ടൈപ്പ് നമ്മൾ ഹയർ കപ്പാസിറ്റി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള പ്രൈസ് വരും. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് ഹയർ കപ്പാസിറ്റി ചൂസ് ചെയ്യുന്നില്ല, പക്ഷേ ഈ ഒരു എക്സാമ്പിൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു T3 സ്മോൾ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതും ഫ്രീ ടയറിൽ വരുന്നതല്ല, പക്ഷേ തീരെ ചെറിയൊരു ഇൻസ്റ്റൻസ് ഇപ്പോൾ അതിലും കുറഞ്ഞത് ഇപ്പോൾ സപ്പോർട്ടഡ് അല്ല. ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് അതിന് മുമ്പുള്ള ഇപ്പം T2 സ്മോൾ ഉണ്ട്. ഓക്കെ, T2 സ്മോൾ സെലക്ട് ചെയ്താലും മതി, അത് അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഹയർ കപ്പാസിറ്റി സെലക്ട് ചെയ്യാം. പക്ഷേ അതനുസരിച്ചുള്ള ചാർജസ് വരും, യൂസ് ചെയ്യുന്ന എത്ര അവേഴ്സ് ആണോ അതനുസരിച്ചിട്ടുള്ള. ഓക്കെ, സോഫ്റ്റ്വെയർ 1 ടൈം 30 ഡേയ്സിലത്തേക്ക് ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ T3 സ്മോൾ സെലക്ട് ചെയ്യുകയാണ്. കീ പെയർ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കീ പെയർ തന്നെ ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെ നെറ്റ്വർക്ക് സെറ്റിങ്സിൽ എഡിറ്റ് കൊടുത്തിട്ട് ഡിഫോൾട്ട് മാറ്റി നമ്മുടെ 40 VPC സെലക്ട് ചെയ്തു. പിന്നെ നമുക്ക് ഈ ഒരു ആർക്കിടെക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും എവിടെയാണ്, ഏത് സബ്നെറ്റിലാണ് ഇവിടെ ഇത് ഡിപ്ലോയ് ചെയ്യേണ്ടത്. പബ്ലിക് സബ്നെറ്റ്, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വാൻ സബ്നെറ്റിലാണ് അല്ലേ. അപ്പം സബ്നെറ്റ് ഇവിടെ വന്നിട്ട് അത് മാറ്റി വാൻ സബ്നെറ്റ്, കണ്ടില്ലേ, ഇത് വാൻ സബ്നെറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. പബ്ലിക് IP നമുക്കിതിന് വേണം, അപ്പോൾ എനേബിൾ ചെയ്യണം. ഓക്കെ, ഈ അസൈൻ ആവുന്ന പബ്ലിക് IP ആണ് പിന്നീട് നമ്മൾ ഇലാസ്റ്റിക് IP വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി അതിനുശേഷം സെക്യൂരിറ്റി ഗ്രൂപ്പ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് സെലക്ട് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റി ഗ്രൂപ്പ് ഓപ്ഷൻ എടുക്കുക. സെക്യൂരിറ്റി ഗ്രൂപ്പ് വന്നിട്ട് FortiGateൻ്റെ വാൻ ഇൻ്റർഫേസിനുള്ള സെക്യൂരിറ്റി ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇത് വാൻ സൈഡിൽ വരുന്ന ഇൻ്റർഫേസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അഡ്വാൻസ് നെറ്റ്വർക്ക് കോൺഫിഗറേഷനിൽ വന്നിട്ട് നമുക്ക് ഇപ്പം ഇവിടെ നമുക്ക് ഇപ്പം നമ്മൾ ഈ FortiGate ഇൻ്റർഫേസ് ഡിപ്ലോയ് ആകുമ്പോൾ അതിൻ്റെ കൂടെ ക്രിയേറ്റ് ആകാൻ പോകുന്ന ഈ ഒരു ഇൻ്റർഫേസാണ് ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കാൻ പോകുന്നത്, അതിന് ഏത് IP വേണമെന്നുള്ളത്. അപ്പം പബ്ലിക് IP നമുക്ക് പിന്നീട് കൊടുക്കാം. ഇവിടെ നമ്മൾ പബ്ലിക് IP വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ഓൾറെഡി, അതാണ് ഈ പറഞ്ഞ ഈ സെലക്ഷൻ. കണ്ടില്ലേ, പബ്ലിക് IP അതിൻ്റെ കൂടെ വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ ഈ പറഞ്ഞ പ്രൈവറ്റ് IP 10.100.16.10 അല്ലേ. അപ്പോൾ ഈ ഒരു IP നമുക്കവിടെ മാനുവലി നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. മറ്റേതിന് നമുക്ക് ലാൻ ഇൻ്റർഫേസിൽ നമ്മൾ സ്റ്റാറ്റിക്കായിട്ട് പറഞ്ഞു കൊടുത്ത പോലെ, പ്രൈവറ്റ് IP പറഞ്ഞു കൊടുത്ത പോലെ, ഈ വാൻ ഇൻ്റർഫേസിനും ഉള്ള നെറ്റ്വർക്ക് കാർഡിനുള്ള ഒരു പ്രൈവറ്റ് IP നമുക്കിവിടെ മാനുവലായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ ന്യൂ ഇൻ്റർഫേസ് ക്രിയേറ്റ് ആയിട്ട് അതിൻ്റെ പ്രൈമറി IP എന്നും പറഞ്ഞിട്ട് ഞാനിവിടെ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ. സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് ഞാനിപ്പം വാൻ ഇൻ്റർഫേസിൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്തു. ഇനി സെക്കൻഡറി IP നമുക്കിപ്പോൾ ഇവിടെ കൊടുക്കണ്ട. ഓക്കെ, പിന്നീട് നമുക്ക് വന്നിട്ട്
ഓക്കെ, പിന്നീട് നമുക്ക് സെക്കൻഡറി ഐ പി ഇവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ തൽക്കാലം കൊടുക്കണ്ട, കാരണം നമ്മൾ ഓൾറെഡി ആ ഒരു ഇൻ്റർഫേസിനോടുള്ള ഒരു പബ്ലിക് ഐ പിയും അസൈൻ ആവണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ നമ്മളൊരു പ്രൈമറി ഐ പി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറെ സെലക്ഷൻസ് ഒന്നും ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ചെയ്യേണ്ട. വേറെ നെറ്റ്വർക്ക് ഇൻ്റർഫേസും തൽക്കാലം ആഡ് ചെയ്യേണ്ട. അതായത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്ട്രാ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ആർക്കിടെക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ഇൻ്റർഫേസ് ഇപ്പോൾ തന്നെ ആഡ് ചെയ്യാം. തൽക്കാലം ഇപ്പോൾ അത് ചെയ്യേണ്ട. നമുക്ക് ഈ ഇതൊരെണ്ണം മാത്രം ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്തിട്ട് ഒരു പബ്ലിക് ഐ പിയും കിട്ടും. അത് നമ്മൾ പിന്നെ ഈ ഐ പി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. അതുകൂടാതെ ഒരു പ്രൈവറ്റ് ഐ പിയും അവിടെ സ്റ്റാറ്റിക്കായിട്ട് ഇപ്പോൾ അസൈൻ ആവേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇത്രയും കൊടുത്തു കഴിഞ്ഞു. ബൈ ഡിഫോൾട്ടായിട്ട് അതിൻ്റെ സ്റ്റോറേജിന് ആവശ്യമായിട്ടുള്ള 2 ഡിസ്ക്കായിട്ടാണ് വരുന്നത്. ഒന്ന് അതിന് ബൂട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു 2 GB, പിന്നെ അതിനുള്ള ഡേറ്റ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു 30 GB. 2 പാർട്ടീഷൻ 2 ഡിസ്ക്കായിട്ടാണ് അത് വരുന്നത്, ക്രിയേറ്റ് ആവുന്നത്. അതൊക്കെ ബൈ ഡിഫോൾട്ട് തന്നെ വരും, പോപ്പുലേറ്റ് ആയിട്ട് വരും ഇവിടെ. നമ്മൾ ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ 48-ൻ്റെ. അപ്പോൾ നമുക്കത് വേറെ പ്രത്യേകിച്ച് ആവശ്യമില്ലെങ്കിൽ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് സെലക്ട് ഇൻസ്റ്റൻസ് ടൈപ്പ് ഈസ് നോട്ട് സപ്പോർട്ടഡ്. ഈ ഒരു റീജിയനിൽ, അപ്പം എല്ലാ റീജിയനിലും എല്ലാ ഇൻസ്റ്റൻസ് ടൈപ്പും സപ്പോർട്ട് ആവില്ല. അപ്പം നമുക്ക് വേറൊന്ന് മാറ്റി കൊടുത്തു നോക്കാം. ഇത് T2 സ്മോൾ ആക്കി കൊടുത്തു നോക്കാം. അപ്പം അതും സപ്പോർട്ട്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ആ ചേഞ്ച് കൂടെ വരുത്തിയിട്ട് ഞാൻ ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കുകയാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇൻസ്റ്റൻസ് ലോഞ്ച് സക്സീഡഡ് ആവും. നമുക്കത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ എറൗണ്ട് ഒരു 30 സെക്കൻഡ്സ് ടു 1 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം സക്സസ്ഫുള്ളി ആ ഒരു ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്തു എന്നുള്ളൊരു മെസ്സേജ് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിനി വ്യൂ ഓൾ ഇൻസ്റ്റൻസസ് കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഒരു 48-ൻ്റെ ഈ ഒരു ഇൻസ്റ്റൻസും കൂടെ ആ ഒരു ഇൻസ്റ്റൻസസ് ലിസ്റ്റിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു ഇൻസ്റ്റൻസും കൂടെ നമുക്കിവിടെ വന്നിട്ടുണ്ട് ഈ ലിസ്റ്റിൽ. അപ്പം നമുക്ക് അടുത്ത് നോക്കേണ്ടത് ആ ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസസിൻ്റെ ടാബിൽ പോയിട്ട് ആ ഒരു ഇൻ്റർഫേസ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ കണ്ടില്ലേ, പുതിയൊരു ഇൻ്റർഫേസും കൂടെ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഇതാണ് വാൻ ഇൻ്റർഫേസ് സെക്യൂരിറ്റി ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇതായിരിക്കണം. ഇതാണ്, നമുക്കതൊന്ന് നോക്കാം. നമുക്ക് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ഐ ഡി വന്നിട്ട് 5029 എൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻസ്റ്റൻസ് എടുത്തിട്ട് അതിൻ്റെ നെറ്റ്വർക്കിങ്ങിൽ പോയിട്ട് നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ഐ ഡി കണ്ടില്ലേ 5029. അപ്പോൾ ഇത് തന്നെയാണ്, ഈ ഒരു 48-ൻ്റെ ഇൻ്റർഫേസ് ഇത് തന്നെയാണ്. അപ്പോൾ അത് നമുക്കിവിടെ പേരൊന്ന് ഇപ്പോഴേ നമുക്കൊന്ന് കൊടുത്തേക്കാം. FortiGate ENA എന്ന് പറഞ്ഞ് ഞാൻ പേര് കൊടുത്തു. FortiGate നമുക്ക് LAN ENA ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ FortiGate WAN ENA എന്ന് പറഞ്ഞ് പേര് കൊടുക്കാം. അവിടെ എപ്പോഴും നമ്മൾ നെയിം ടാഗ്സ് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവും. നമ്മൾ ഓരോ തവണയും അതിൻ്റെ ഐഡിയൊക്കെ നോക്കിയിട്ട് പിന്നെ ചെന്ന് നോക്കണം അത് ഏതിൻ്റെ ഇൻ്റർഫേസ് ആയിരുന്നൊക്കെ. അപ്പം അതിന് വരെ നമ്മൾ ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്താൽ പേര് കറക്റ്റ് കൊടുത്ത് വെച്ചിരുന്നാൽ പിന്നീട് എളുപ്പമായിരിക്കും. ഓക്കെ, എന്തായിരുന്നാലും ഇപ്പോൾ ഈ ഒരു കറസ്പോണ്ടിങ് FortiGate-ൻ്റെ വാൻ ഇൻ്റർഫേസ് ആണിത്. അത് നമുക്കൊന്ന് സെലക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഡീറ്റെയിൽസ് വന്നിട്ട് IP അഡ്രസ്സ് കണ്ടില്ലേ, നമ്മൾ ആ ഒരെണ്ണം മാനുവലി നമ്മൾ കൊടുത്ത ആ ഒരു പ്രൈവറ്റ് IP കിട്ടിയിട്ടുണ്ട്. പിന്നെ പബ്ലിക് IP വേണമെന്ന് നമ്മൾ എനേബിൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുകൊണ്ട് ഈ ഒരു പബ്ലിക് IPയും കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു ആർക്കിടെക്ചറിൽ കാണുന്നത് പോലെ നമുക്ക് ശരിക്കും ഒരു പബ്ലിക് IP, ഇതിപ്പം ഓട്ടോ അസൈൻ ആവുന്ന പബ്ലിക് IP, ഈ IP എന്ന് പറഞ്ഞാൽ അവിടെ കാണിച്ചിരിക്കുന്ന സ്ഥലത്താണ് ഇവിടെ ഇപ്പം ഈ പറഞ്ഞ 100.26.162.223 എന്ന് പറഞ്ഞിട്ടുള്ള പബ്ലിക് IP അസൈൻ ആയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ IP എന്ന് പറഞ്ഞ സ്ഥാനത്ത്. മറ്റ് പ്രൈവറ്റ് IP അത് തന്നെയാണ് സ്റ്റാറ്റിക് ആയിട്ടുള്ള നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇന്റേണൽ കമ്മ്യൂണിക്കേഷന് ആവശ്യമായിട്ടുള്ള ഈ 16.10 എൻഡ് ആവുന്നത് ഇത് ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ഈ ഡൈനാമിക് പബ്ലിക് IP മാറ്റിയിട്ട് നമുക്കൊരു ഇലാസ്റ്റിക് ആയിട്ടുള്ള സ്റ്റാറ്റിക് IP നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ EC2 ഇൻസ്റ്റൻസിൻ്റെ ആ ഒരു സർവീസ് പേജിൽ വന്നിട്ട് ഇവിടെ നമുക്ക് ഇലാസ്റ്റിക് IPs എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പുതിയൊരു ടാബിൽ ഓപ്പൺ ചെയ്യുക. ഇലാസ്റ്റിക് IPs യൂസൊക്കെ ചാർജബിൾ ആണ്. നിങ്ങളത് കറസ്പോണ്ടിങ് പ്രൈസിങ് എത്രയാണെന്ന് നോക്കിയിട്ട് യൂസ് ചെയ്യുക. വളരെ ചെറിയൊരു ചാർജ് വരുള്ളൂ അവർലി ബേസിസിൽ. എന്നാലും നിങ്ങൾ അറിയാതെ അത് റണ്ണിങ് ആണെങ്കിൽ ചിലപ്പം കൂടുതൽ ചാർജസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാ സർവീസസും എല്ലാ കമ്പോണൻസും ഈ ഒരു പ്രാക്ടിക്കൽ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, അപ്പം വലുതായിട്ട് ചാർജ് ഇൻക്യൂർ ചെയ്യില്ല. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇലാസ്റ്റിക് IP ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അലോക്കേറ്റ് ഇലാസ്റ്റിക് IP കൊടുക്കുകയാണ്. നെറ്റ്വർക്ക് ബോർഡർ ഗ്രൂപ്പൊക്കെ ബൈ ഡിഫോൾട്ട് തന്നെ മതി. നമുക്ക് ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ അലോക്കേറ്റ് കൊടുക്കുകയാണ്. ഓക്കെ,
അപ്പോൾ ഒരു ഇലാസ്റ്റിക് ഐ പി സ്റ്റാറ്റിക് ആയിട്ടുള്ളത് സ്റ്റാറ്റിക് ഐ പി ആണ്. അപ്പോൾ അത് ക്രിയേറ്റ് ആയി വന്നു. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അസോസിയേറ്റ് ഇലാസ്റ്റിക് ഐ പി അഡ്രസ് എന്ന് പറഞ്ഞു ചെയ്യണം. അപ്പോൾ അസോസിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ക്രിയേറ്റായി വന്ന ആമസോൺ പൂളിൽ നിന്ന് ക്രിയേറ്റായി വന്ന ആ ഒരു ഇലാസ്റ്റിക് ഐ പി നമ്മുടെ ഇവൻ്റെ ഈ ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് വാൻ ഇൻ്റർഫേസ് കാർഡുമായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഐ പിയുടെ സ്ഥാനത്ത് ഇപ്പോൾ അത് വരും. നമുക്ക് ഇനി ഐ പി മാറ്റിയിട്ട് ഇപ്പോൾ ആക്ച്വലി കിട്ടിയ ഇലാസ്റ്റിക് ഐ പി അവിടെ ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ഇൻസ്റ്റൻസിനല്ല, നമുക്ക് ഇൻസ്റ്റൻസിനും അറ്റാച്ച് ചെയ്യാം ഒരു ഇലാസ്റ്റിക് ഐ പി, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിനും അറ്റാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് സെലക്ട് ചെയ്തു. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് നമ്മൾ ഇവിടുന്ന് ഏതാണ് ഫോർട്ടിഗേറ്റിൻ്റെ വാൻ ENA. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ പേരുണ്ടായിരുന്നത് നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റായിട്ട് പേരുകൾ കൊടുത്ത് പോകണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മളിതെല്ലാം ഒന്നിനും പേരില്ലായിരുന്നെങ്കിൽ എല്ലാം നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് പിന്നെ ഓരോന്നും പോയി അവിടെ നോക്കണം ഏതിൻ്റെയാണ് ഏത് ഇൻ്റർഫേസ് എന്ന് അറിയാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വാൻ ഇൻ്റർഫേസിലാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് പ്രൈവറ്റ് ഐ പി അഡ്രസ്സ് ഏതാണ് ആ വാൻ ഇൻ്റർഫേസിൻ്റെ ഇത് ആ ഒരു പ്രൈവറ്റ് ഐ പി നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു വാൻ ഇൻ്റർഫേസിനല്ലേ. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് അസോസിയേറ്റ് കൊടുക്കാം. ഈ ഒരു ഓപ്ഷൻ തൽക്കാലം കൊടുക്കണമെന്നില്ല. അലോ ദിസ് ഇലാസ്റ്റിക് ഐ പി ടു ബി റീ അസോസിയേറ്റഡ്. അപ്പോൾ നമുക്ക് പിന്നീട് ഈ ഒരു ഇൻസ്റ്റൻസ് ഡിലീറ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് സെയിം ഐ പി അഡ്രസ്സ് പ്രിസർവ് ചെയ്ത് വെച്ച് വേറെ ഏതെങ്കിലും പുതിയ ഇൻസ്റ്റൻസിന് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇത് ആ ഒരു ഓപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. നമ്മുടെ ഇപ്പോൾ എക്സാമ്പിളിന് അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കൊടുത്ത ശേഷം ഇവിടെ ഞാൻ അസോസിയേറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അസോസിയേറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഈ ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസിൻ്റെ സെക്ഷനിൽ പോയി നമുക്ക് ഇനി ഇതൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ആ പബ്ലിക് ഐ പി ഡൈനാമിക് ആയിട്ടുള്ള പബ്ലിക് ഐ പി മാറ്റിയിട്ട് ഇപ്പോൾ ഈ ഒരു ഇലാസ്റ്റിക് ഐ പി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതെടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഇതിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഈ ഒരു ഇൻഫർമേഷൻ അല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്തത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ആർക്കിടെക്ചറിലെ ഡയഗ്രത്തിൽ ഇലാസ്റ്റിക് ഐ പീസ് ഒക്കെ റീപ്ലേസ് ആയി ആക്ച്വൽസ് ആവും. ഓക്കെ, ഇത്രയും ചെയ്തിട്ട് ഞാൻ സേവ് ചെയ്തു. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് ഇതാണ്. നമ്മളൊരു ഫോർട്ടിഗേറ്റ് ഫയർവാൾ നമ്മൾ ലോഞ്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇൻ്റർഫേസിൻ്റെ കാര്യങ്ങൾ നമ്മൾ കോൺഫിഗർ ചെയ്തു. ഒരു 2 ഐ പി അഡ്രസ്സാണ് ഇപ്പോൾ കിട്ടി. ഒന്ന് പ്രൈവറ്റ് ഐ പി അഡ്രസ്സും പിന്നെ ഒരു പബ്ലിക് ഇലാസ്റ്റിക് ഐ പി അഡ്രസ്സും. ഇലാസ്റ്റിക് ഐ പി അഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ഇത് സ്റ്റാറ്റിക് ആയിട്ട് എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. ഇൻസ്റ്റൻസ് ഷട്ട് ഡൗൺ ചെയ്തിട്ട് റീലോഞ്ച് പിന്നെ രണ്ടാമത് റൺ ചെയ്താലും എല്ലാം ഒന്നും ഇത് മാറില്ല. എപ്പോഴും ഈ 44 തുടങ്ങുന്ന ഇലാസ്റ്റിക് ഐ പി അവിടെ തന്നെ ഉണ്ടാവും അതുപോലെ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് നോക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ എന്താ ചെയ്തത്, ഈ ഒരു ഫോർട്ടിഗേറ്റ് ഫയർവാൾ ലോഞ്ച് ചെയ്തു. ഈ ഒരു വാൻ ഇൻ്റർഫേസ് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കൂടെ ക്രിയേറ്റ് ആയി വന്നു. ഈ പറഞ്ഞ പോലെ 2 ഐ പീസും ഇതിനുമായി അല്ലേ. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ലാൻ ഇൻ്റർഫേസും കൂടെ ലാൻ ഇലാസ്റ്റിക് നെറ്റ്വർക്ക് ഇൻ്റർഫേസും കൂടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ ഫോർട്ടിഗേറ്റ് ഫയർവാൾ ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഇവനെ കൂടെ കാണിച്ചു കൊടുത്ത് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യിക്കാമായിരുന്നു ആ ഒരു അഡ്വാൻസ് നെറ്റ്വർക്ക് സെറ്റിങ്സിൻ്റെ ഭാഗത്ത്. പക്ഷേ അവിടെ ഇട്ട് ഞാൻ നിങ്ങളെ കൺഫ്യൂസ് ആക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനത് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവനെ കൂടെ ഈ ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസിനെ കൂടെ നമ്മുടെ ഈ ഒരു ഫയർവാൾ ഇൻസ്റ്റൻസിലോട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പം 2 ഇൻ്റർഫേസസ് ഇവന് കിട്ടും, നെറ്റ്വർക്ക് ഇൻ്റർഫേസസ്. ഒന്ന് വാൻ ഇൻ്റർഫേസും പിന്നെ ഒന്ന് ഈ പറഞ്ഞ ലാൻ ഇൻ്റർഫേസും. ഇപ്പം നമുക്ക് ഈ ഒരു വാൻ ഇൻ്റർഫേസ് മാത്രമേ ഇവൻ്റെ കൂടെ ഉള്ളൂ. നമുക്ക് ഇവനെ കൂടെ ലാൻ ഇൻ്റർഫേസും കൂടെ ഇവൻ്റെ കൂടെ എങ്ങനെ അറ്റാച്ച് ചെയ്യിക്കുമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആദ്യം ഇൻസ്റ്റൻസസ് ലിസ്റ്റ് എടുക്കുക, അതിൽ ഫോർട്ടിഗേറ്റ് സെലക്ട് ചെയ്യുക, നെറ്റ്വർക്കിംഗ് എടുക്കുക. അതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഇൻ്റർഫേസസ് ഒരെണ്ണമാണ് ഇപ്പോൾ ഉള്ളത്, ഈ 5029 എൻഡ് ചെയ്യുന്നത്. 5029 എൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാൻ ഇൻ്റർഫേസ് അല്ലേ, ആ ഒരു 2 ഐ പി അഡ്രസ്സ് ഉള്ള. നമുക്കിനി ഈ ലാൻ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചതും കൂടെ, നെറ്റ്വർക്ക് ഇൻ്റർഫേസസിൽ ലാൻ ഇൻ്റർഫേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ്ട് ഇവനും കൂടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളല്ലേ. അപ്പോൾ ഇവനെ കൂടെ നമുക്ക് ആ ഒരു ഇൻസ്റ്റൻസിലോട്ട് അറ്റാച്ച് ചെയ്യണം. ഈ ലാൻ ഇൻ്റർഫേസിനാണ് നമ്മൾ ആ ലാൻ സൈഡിലുള്ള ഒരു ഐ പി ഐ കൊടുത്ത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇവനെ കൂടെ നമുക്ക് ഈ ഫോർട്ടിഗേറ്റിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഇൻസ്റ്റൻസ് സെലക്ട് ചെയ്തിട്ട് ആക്ഷൻസിൽ പോയി നെറ്റ്വർക്കിംഗ് എടുത്തിട്ട് അറ്റാച്ച് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ഇവിടെ, അത് സെലക്ട് ചെയ്യുക. അതെടുത്തിട്ട് സെലക്ട് VPC, നമ്മുടെ VPC സെലക്ട് ചെയ്യുക, 40 VPC. ഇവിടെ നെറ്റ്വർക്ക് ഇൻ്റർഫേസസ് എടുത്തിട്ട് ആ പറഞ്ഞ ലാൻ ഇൻ്റർഫേസ് മാത്രം ഇവിടെ ജസ്റ്റ് ചെയ്ത് വരുള്ളൂ ഇപ്പം, കാരണം മറ്റേ നമ്മൾ ഓൾറെഡി അതിൽ അറ്റാച്ച്ഡ് ആണ് വാന്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക, പിന്നീട് അറ്റാച്ച് കൊടുക്കുക. ഇനി നമുക്ക് ആ ഇൻസ്റ്റൻസ് ഫോർട്ടിഗേറ്റിൻ്റെ ഒന്നുകൂടെ ഒന്ന് സെലക്ട് ചെയ്യാം, എന്നിട്ട് നെറ്റ്വർക്കിങ്ങിൽ പോവാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 നെറ്റ്വർക്ക് ഇൻ്റർഫേസസ് ഇപ്പോൾ അവനും ഉണ്ട്. ഏതൊക്കെയാണ്? ആദ്യത്തെ ഈ 5029 എൻഡ് ചെയ്യുന്ന വാൻ ഇൻ്റർഫേസും രണ്ടാമത്തെ നമ്മളിപ്പോൾ അറ്റാച്ച് ചെയ്ത ആ പറഞ്ഞ ലാൻ ഇൻ്റർഫേസും. അതിന് ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുത്തിട്ടുള്ള ആ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പം പബ്ലിക് ഐ പി നമ്മുടെ ആ വാൻ ഇൻ്റർഫേസിനുണ്ട്, മറ്റേ ലാനിനും ഇല്ല. ലാനിന് ഈ പറഞ്ഞ പ്രൈവറ്റേ ഉള്ളൂ, മറ്റേതിനും പ്രൈവറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 ഇൻ്റർഫേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം
ഇപ്പം നമ്മൾ ചെയ്തത് ഈ ഒരു FortiGate ഫയർവാൾ ലോഞ്ച് ചെയ്തു. അവൻ്റെ വാൻ ഇൻ്റർഫേസ് നമ്മൾ 2 IP അഡ്രസ്സ് കോൺഫിഗർ ചെയ്തു, ഒന്ന് പ്രൈവറ്റും പബ്ലിക്കും. പിന്നെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച് IP അഡ്രസ്സും അസൈൻ ചെയ്ത് വെച്ചിരുന്ന പ്രൈവറ്റ് IP അഡ്രസ്സും അസൈൻ ചെയ്ത് വെച്ചിരുന്ന ലാൻഡ് സൈഡിലുള്ള ഇൻ്റർഫേസും കൂടെ നമ്മൾ ഇവനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു ഇവൻ്റെ കൂടെ. ഇനി നമുക്ക് ഒരു കാര്യം കൂടെയാണ് ഇതിൽ ചെയ്യാനുള്ളത്. നമ്മൾ ഇൻസ്റ്റൻസിൽ വന്നിട്ട് ഈ പറഞ്ഞ FortiGate ഇൻസ്റ്റൻസ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആക്ഷൻസ് എടുത്തിട്ട് നമ്മളിവിടെ നെറ്റ്വർക്കിംഗ് എടുത്തിട്ട് ഇവിടെ ചേഞ്ച് സോഴ്സ് ഡെസ്റ്റിനേഷൻ ചെക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് നമ്മൾ സ്റ്റോപ്പ് കൊടുക്കുക, എന്നിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ ഇത്രയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു FortiGate ഇൻ്റർഫേസിൻ്റെ നമുക്ക് ഒരു ക്രിയേഷൻ പാർട്ട് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഇനി അതിൻ്റെ കോൺഫിഗറേഷൻ പാർട്ടാണ് വരുന്നത് നമുക്ക്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കി മനസ്സിലാക്കാം.